കോന്നി പയ്യനാമണ്ണിലെ പാറമടയിലുണ്ടായ അപകടത്തിൽപ്പെട്ട രണ്ടാമത്തെ തൊഴിലാളിയുടെ മൃതദേഹവും കണ്ടെത്തിയിരിക്കുകയാണ്. ഇതര സംസ്ഥാന തൊഴിലാളിയായ അജയ് റായിയുടെ മൃതദേഹമാണ് ഹിറ്റാച്ചിക്കുള്ളിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ അവിടെ മൃതദേഹം പുറത്തെത്തിക്കാനുള്ള നടപടികളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ദൗത്യസംഘത്തിൽ നിന്ന് 3 പേരാണ് പാറമടയുടെ താഴേക്കിറങ്ങി പാറ കഷ്ണങ്ങൾ നീക്കി മൃതദേഹം പുറത്തെടുക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് 3 മണിയോടെയും ഒക്കെയായിരുന്നു ഈ ഒരു അപകടം സംഭവിച്ചത്. പാറ നീക്കം ചെയ്യുന്നതിനിടെ ഹിറ്റാച്ചിക്ക് മുകളിലേക്ക് കല്ലുകൾ വീണ് അപകടം സംഭവിക്കുകയായിരുന്നു. ഹിറ്റാച്ചി ഓപ്പറേറ്ററും ഹെൽപ്പറുമാണ് ഈ ഒരു അപകടത്തിൽപ്പെട്ടത്. ഇപ്പോൾ അവിടെ മൃതദേഹം പുറത്തെടുക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു. ജിബിൻ ജെബി ചേരുന്നുണ്ട്. ജിബിൻ, മൃതദേഹം പുറത്തെടുത്തു എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അത് തന്നെയാണ്. ഇപ്പോൾ അജയ് റായുടെ മൃതദേഹം ഈ ക്യാബിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുത്തിരിക്കുകയാണ്. മൃതദേഹം ആ ക്യാബിന് സമീപത്ത് തന്നെ മാറ്റിക്കിടത്തി അവിടെ ഇവർ നേരത്തെ തയ്യാറാക്കിയിരുന്ന ഇവരുടെ കൈവശം ഉണ്ടായിരുന്ന ഒരു തുണി ഉപയോഗിച്ച് ആ മൃതദേഹം മറയ്ക്കുകയാണ്. ഇതിന് കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങേണ്ടതുണ്ട്. കാരണം ഈ ഒരു മൃതദേഹം ഏത് രീതിയിലാണ് ലഭിച്ചതെന്ന് നമുക്ക് വ്യക്തമല്ല. അതുകൊണ്ട് തന്നെ ഇത് മുകളിലേക്ക് കയറ്റുന്നതും ഒരു ശ്രമകരമായ ദൗത്യമാണ്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി കൂടുതൽ ദൗത്യ സംഘത്തിലെ അംഗങ്ങൾ താഴേക്ക് ഇറങ്ങുന്നുണ്ട്. ആംബുലൻസും ആ ഭാഗത്തേക്ക് ഇപ്പോൾ ക്രമീകരിക്കുകയാണ്. നേരത്തെ മാധ്യമപ്രവർത്തകരും അതുപോലെ ഇത് കാണാനായിട്ട് ജനങ്ങളിൽ നിന്നൊരു ഭാഗം, അതായത് അപകടം നടന്ന സ്ഥലത്തിന് നേരെ എതിർവശം ഈ പാറക്കോറയുടെ ഭാഗമാണ്. അത് ഒരു 400 മീറ്ററോളം ദൂരമുണ്ട്. അവിടെ നിന്നായി നേരത്തെ മുൻകൂട്ടി തയ്യാറാക്കി നിർത്തിയിട്ടിരുന്ന ആംബുലൻസ് കൂടി ഇപ്പോൾ അപകടം നടന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. ഈ ആംബുലൻസ് കൂടി എത്തിയ ശേഷമായിരിക്കും മൃതദേഹം ഇവിടെ നിന്ന് മുകളിലേക്ക് കയറ്റുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 23 മണിക്കൂർ നീണ്ടു നിന്ന ഒരു രക്ഷാദൗത്യം എന്ന് നമുക്കത് പറയാൻ സാധിക്കില്ല. 29 മണിക്കൂർ നീണ്ടു നിന്ന ഒരു ദൗത്യത്തിന് ശേഷമാണ് ഇപ്പോൾ അജയ് റായി എന്ന ബീഹാർ സ്വദേശിയുടെ നമ്മുടെ അതിഥി തൊഴിലാളിയായിട്ടുള്ള അജയ് റായുടെ മൃതദേഹം ഇപ്പോൾ പുറത്തേക്ക് എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 3:30 കൂടി നടന്ന ഈ ഒരു അപകടം ആദ്യഘട്ടത്തിൽ തിരച്ചിൽ നടന്നു. അജയ് റായോടൊപ്പം ഉണ്ടായിരുന്ന ആളുടെ മൃതദേഹം ആ സമയത്ത് ലഭിക്കുകയുണ്ടായി. പക്ഷെ പിന്നീട് തിരച്ചിൽ പല പ്രശ്നങ്ങളും കാരണം തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. തിരച്ചിൽ നടത്തുന്ന സമയത്ത് തന്നെ പാറകഷ്ണങ്ങൾ വീണ്ടും ഇളകി വീഴുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി തിരച്ചിൽ നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ രക്ഷാദൗത്യം പുനരാരംഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. രാവിലെ 7 മണിയോടുകൂടി തന്നെ ദൗത്യ സംഘം ഇവിടെ എത്തി കൃത്യമായി ഈ രക്ഷാദൗത്യം ആരംഭിക്കുകയും ചെയ്തു. പക്ഷേ ആ സമയത്തും പ്രകൃതി നമുക്ക് എതിരായിരുന്നു. വീണ്ടും പാറകഷ്ണങ്ങൾ പൊളിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ദൗത്യ സംഘം നിന്നതിന് തൊട്ട് സമീപത്ത് പോലും ഈ പാറകഷ്ണങ്ങൾ അടർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് വീണ്ടും ഈ രക്ഷാദൗത്യം 2ാം ഘട്ടവും അവസാനിപ്പിക്കേണ്ട ഒരു സാധ്യതയുണ്ടായത്. അങ്ങനെ ആ സമയത്തും ഈ രക്ഷാദൗത്യം ഈ പാറകഷ്ണങ്ങൾ വീഴുന്ന സമയത്ത് പോലും 4 അംഗ സംഘം അവിടെ ഉണ്ടായിരുന്ന ഈ ക്യാബിന് മുകളിൽ ഉണ്ടായിരുന്ന ചെറിയ പാറകഷ്ണങ്ങൾ അവരെ കൊണ്ട് സാധിക്കുന്ന രീതിയിലുള്ള പാറകഷ്ണങ്ങൾ അവർ അവിടെ നിന്ന് മാറ്റിയിരുന്നു. കാരണം ആദ്യം ഉദ്ദേശിച്ചിരുന്ന പ്ലാൻ എന്ന് പറയുന്നത് ഇത് ഹൂക്ക് ഉപയോഗിച്ചുകൊണ്ട് മുകളിലേക്ക് കയറ്റാമെന്നുള്ള ഒരു കാര്യമായിരുന്നു ആദ്യത്തെ പ്ലാൻ. അതിൽ പ്രകാരം അവർ കാര്യങ്ങൾ കൃത്യമായി ചെയ്ത ശേഷമാണ് തിരികെ കയറിയത്. പിന്നീടാണ് ഈ ജില്ലാ ഭരണകൂടം, പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലാ കളക്ടർ ആലപ്പുഴ ജില്ലാ കളക്ടറുമായി സംസാരിച്ച ശേഷമാണ് അവിടെ നിന്ന് ഈ ബൂം എക്സ്കവേറ്റർ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചത്. ആ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ വിജയം കണ്ടിരിക്കുന്നത്. ഇവിടെ എത്തി ഏകദേശം 6:45 കൂടിയാണ് ഈ ബൂം എക്സ്കവേറ്റർ ഇങ്ങോട്ടേക്ക് എത്തി ഈ രക്ഷാദൗത്യത്തിന്റെ 3ാം ഘട്ടം ആരംഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 6:45 കൂടി എത്തി ഏകദേശം 7 കൂടി തന്നെ ഇവിടെ ഈ ദൗത്യം ആരംഭിക്കുകയുണ്ട്. ഇതിനുശേഷം ഈ എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ട് വളരെ ശ്രമകരമായ ഒരു ദൗത്യവുമായാണ് ഇവർ മുന്നോട്ട് പോയത്. ആദ്യഘട്ടം മുതൽ തന്നെ ഇതിന് ചുറ്റുവശത്തുള്ള നേരത്തെ ഈ രാവിലെ ഇറങ്ങിയ രക്ഷാദൗത്യ സംഘം അതിനുശേഷം തിരികെ കയറി മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യമാണ് 4 പേർ ഒന്നിച്ചു നിന്ന് പൊക്കാൻ ശ്രമിച്ചിട്ട് പോലും പൊക്കാൻ സാധിക്കാത്ത കല്ലുകളാണ് ഈ ക്യാബിന്റെ മുകൾ വശങ്ങളിലും സൈഡിലുമായിട്ടുമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ആ ഒരു ദൗത്യം പൂർത്തിയാക്കാൻ ആ സമയത്ത് സാധിക്കാത്തതുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സാധൂകരിക്കുന്ന കാര്യം തന്നെയാണ് നമ്മൾ അല്പം സമയം മുൻപ് ദൃശ്യങ്ങളിൽ കണ്ടത്. വലിയ കല്ലുകളാണ് ഈ ക്യാബിന്റെ മുകൾ വശത്തും വശങ്ങളിലുമായി ഉണ്ടായിരുന്നത്. അതെല്ലാം ഈ ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി നീക്കം ചെയ്ത ശേഷമാണ് ഇതിന്റെ ക്യാബിൻ ഭാഗം കണ്ടത്. കാരണം ഈ അപകടം നടന്ന സമയത്ത് അതിനുശേഷം വീണ്ടും പാറകഷ്ണങ്ങൾ അടർന്നു വീഴുകയുണ്ടായി. അങ്ങനെ ഈ ക്യാബിന്റെ ഭാഗങ്ങളോ മറ്റ് ഭാഗങ്ങളോ ഒന്നും തന്നെ പൂർണ്ണമായി നമുക്ക് ദൃശ്യമല്ലായിരുന്നു. ആകെപ്പാടെ ഇതിന്റെ ഈ എക്സ്കവേറ്ററിന്റെ ചെയിൻ ഭാഗവും ഇതിന്റെ കൈയുടെ ഒരു ചെറിയ ഭാഗവും മാത്രമാണ് നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പാറകഷ്ണങ്ങൾ, പാറയുടെ അവശിഷ്ടങ്ങൾ ഇതിന്റെ മുകളിൽ ഉണ്ടായിരുന്നു. അതെല്ലാം കൃത്യമായി നീക്കിയിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഡ്രൈവർ ഇരുന്ന അജയ് റായി ഇരുന്ന ഈ ക്യാബിന്റെ ഭാഗം ദൗത്യ സംഘം കണ്ടെത്തുകയുണ്ടായിരുന്നു. അതിനുശേഷം അതിന് മുകളിലുണ്ടായിരുന്ന പാറകഷ്ണങ്ങളും അതിന് വശങ്ങളിലുണ്ടായിരുന്ന പാറകഷ്ണങ്ങളും എല്ലാം പൂർണ്ണമായി നീക്കിയ ശേഷമാണ് ആ ക്യാബിൻ പൊളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ക്യാബിൻ പൊളിക്കുന്ന സമയത്താണ് ഏകദേശം ഒരു 8:30 ആ ഒരു സമയം കഴിഞ്ഞ സമയത്താണ് ഇതിനുള്ളിൽ അജയ് റായുടെ മൃതദേഹം ഉണ്ട് എന്നുള്ള ഒരു കാര്യം അവർക്ക് വ്യക്തമാകുന്നത്. തുടർന്ന് ഈ ദൗത്യ സംഘത്തിലെ 2 പേരടങ്ങുന്ന സംഘമാണ് ആദ്യം താഴേക്ക് ഇറങ്ങിയത്. അവർ താഴേക്ക് ഇറങ്ങി ക്യാബിന്റെ അകത്ത്, കാരണം ക്യാബിൻ ഏറെക്കുറെ പൂർണ്ണമായി തകർന്ന ഒരു അവസ്ഥയാണ്. കാരണം ഇത്രയും വലിയ പാറകഷ്ണങ്ങളാണ് അതിന് മുകളിലേക്ക് പതിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്യാബിൻ പൂർണ്ണമായി തകർന്നത്. അത് ആകെ ഒരു ഞെരിഞ്ഞമർന്ന അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പയ്യെ, കാരണം ഒരാൾ അകത്തുണ്ട് എന്നുള്ള ഒരു കാര്യം നമുക്ക് ദൗത്യ സംഘത്തിന് അറിയാം. അതുകൊണ്ട് വളരെ പയ്യെ തന്നെയാണ് ഈ ക്യാബിൻ പൊളിക്കുന്ന ഒരു
ക്യാബിൻ പൊളിക്കുന്ന ഒരു സമീപനം ഉണ്ടായത്. അത് വളരെ ശ്രദ്ധാപൂർവ്വം അവർ ചെയ്യുകയുണ്ടായി. അങ്ങനെ ക്യാബിൻ പൊളിച്ച ശേഷമാണ് ആദ്യം ഇറങ്ങിയ രണ്ടംഗ സംഘം ഇതിനകത്തേക്ക് കയറുകയും ഇതിന്റെ അകത്തുണ്ടായിരുന്ന കല്ലുകൾ പൂർണ്ണമായി നീക്കം ചെയ്യുകയും ചെയ്തത്. ഇതിനുശേഷം മൂന്നാമത് ഒരു ആൾ കൂടി ഇറങ്ങിയ ശേഷമാണ് ഇതിന്റെ അകത്ത് നിന്ന് അജയ് റായിയുടെ മൃതദേഹം അല്പസമയം മുൻപ് പുറത്തേക്ക് എടുത്ത് എന്തായാലും അജയ് റായിയുടെ മൃതദേഹം കൃത്യമായി എടുത്ത ശേഷം അത് ഒരു ക്യാരി പോളിസി ബാഗ് ഉപയോഗിച്ചുകൊണ്ട് അതിപ്പോൾ കവർ ചെയ്യുകയാണ്. ഇനി എന്തായാലും ഇനി മൂന്നംഗ സംഘം താഴെയുണ്ട്. അവർ മൂന്നുപേരും കൂടി ഇവിടെ നേരത്തെ തന്നെ ക്രമീകരിച്ചിരിക്കുന്ന റോപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഇത് മുകളിലേക്ക് കയറ്റും. നേരത്തെ മൃതദേഹം മുകളിലേക്ക് കയറ്റി ആംബുലൻസിൽ കൊണ്ടുപോകാനാണ് തീരുമാനം.